ഭൂമിയെ നാം ജീവനുള്ളവരെയും മരണപ്പെട്ടവരെയും ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ? ഭൂമിയെ ഞാനൊരു പാത്രമാക്കിയില്ലേ? മരിച്ചവർക്കും ജീവിച്ചവർക്കും എന്നാണ്. എന്താ അപ്പം അതിൻ്റെ അർത്ഥം? മരിച്ചവർക്കും ജീവിച്ചവർക്കും ഒരുപോലെയുള്ള പാത്രമാണോ ഭൂമി? അതിൽ നാം ഉന്നതങ്ങളായ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും സ്വച്ഛമായ വെള്ളം നിങ്ങൾക്ക് നാം കുടിക്കാൻ നൽകുകയും ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും എട്ടുകാലി മമ്മൂഞ്ഞ് മാതിരി വന്നിട്ട് അതിൻ്റെ കാളെ നമ്മളാണ് എന്ന് പറയാണ്. അന്നത്തെ ദിവസം വമ്പിച്ച നാശം. എന്നത്തെ ദിവസം അതിൽ നാം ഉന്നതങ്ങളായ പർവ്വതങ്ങളും സ്ഥാപിക്കുകയും സ്വച്ഛമായ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ തരികയും ചെയ്തിരിക്കുന്നു. അന്നത്തെ ദിവസം വമ്പിച്ച നാശം സത്യനിഷേധികൾക്കാവുന്നു. എന്നത്തെ ദിവസം ഈ ഭൂമിയിൽ ഉന്നതങ്ങളായ പർവ്വതങ്ങളൊക്കെ വെച്ച് വെള്ളമൊക്കെ കുടിക്കാൻ തന്ന ദിവസം സത്യനിഷേധികൾക്ക് വമ്പിച്ച നാശം. നിങ്ങളേതൊന്നിനെ നിഷേധിച്ചു കൊണ്ടിരുന്നുവോ അതിലേക്ക് പോയിക്കൊള്ളുക. ഇവിടെ ബ്രാക്കറ്റിൽ ഇതിനർത്ഥം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. സത്യനിഷേധികളോട് ഖിയാമത്ത് നാളിൽ പറയപ്പെടും. ഇത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ്. അതൊന്നും ഖുർആനിലില്ല. നിങ്ങൾ ഏതൊന്നിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിലേക്ക് പോയിക്കൊള്ളുക. എന്താ അവിടെ അർത്ഥം? നിങ്ങൾ എന്തിനാണോ നിഷേധിച്ചിരിക്കുന്നത് അതിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് നരകത്തിനെ നിഷേധിക്കുന്ന സത്യനിഷേധികളോടാണ് പറയുന്നത് എന്നൊക്കെയാണ് ബ്രാക്കറ്റിൽ നിന്നും ഒരു മനസ്സിലാവുന്നത്. അതായത് 3 ശാഖകളുള്ള ഒരു നിഴലിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. 3 ശാഖകളുള്ള നിഴലിലേക്ക് പോയിക്കൊള്ളുക. നോക്കണേ, തണലേകുകയില്ല, ജ്വാലയിൽ നിന്നത് തടയുന്നതുമല്ല. ഈ 3 ശാഖകളുള്ള തണലിലേക്ക് പോയാൽ അവിടെ തണലും കിട്ടൂല, അവിടെ തീജ്വാലയിൽ നിന്ന് രക്ഷയും കിട്ടൂല. അങ്ങനത്തെ ഒരു തണലാണ് 3 ശാഖയുള്ള തണൽ. ഇതൊക്കെ എന്താണ് എന്ന് വിശദീകരിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നിശ്ചയമായും അത് ഉയർന്ന കെട്ടിടം പോലെയുള്ള തീപ്പൊരികൾ എറിയുന്നതാണ്. ഏത്? നരകാണെന്നാ പറയുന്നത്. അത് കറുത്ത നിറമുള്ള ഒട്ടകങ്ങളെ പോലെ ആയിരിക്കും. ഏത്? നരകോ അതോ തീപ്പൊരിയോ? ഏതോ തീയോ അതോ നിഴലോ? എന്താണ് അത്? തീപ്പൊരികൾ എന്നിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കാം. അത് കറുത്ത നിറമുള്ള ഒട്ടകങ്ങളെ പോലെ ആയിരിക്കും. തീപ്പൊരി കറുത്ത നിറമുള്ള ഒട്ടകത്തിൻ്റെ മാതിരിയായിരിക്കുന്നു. വല്ലാത്തൊരു തീപ്പൊരിയാണ്. അന്നത്തെ ദിവസം വമ്പിച്ച നാശം. അന്നത്തെ ദിവസം വമ്പിച്ച നാശം സത്യനിഷേധികൾക്കാകുന്നു. അവർ മിണ്ടാത്ത ദിവസമാണത്. ആര്? സത്യനിഷേധികൾ മിണ്ടാത്ത ദിവസമാണത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ 35-ാം വാക്യത്തിൽ. എന്നാൽ ഇതേ ഖുർആനിൽ വേറെ ഒരുപാട് സ്ഥലത്ത് അതേ ദിവസം ഈ സത്യനിഷേധികൾ മിണ്ടും പറയും കേൾക്കും ഒക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. വേറെ പല സ്ഥലത്തും അവരന്ന് ഊമകളും അന്ധരും ബധിരരുമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് ആ പറഞ്ഞ കാര്യമൊന്നും ഓർക്കാതെ വേറെ ചില സന്ദർഭങ്ങളിൽ അവർ നല്ലോണം വർത്താനം പറയുന്നു, അവർ കേൾക്കുന്നു, അവർ പുസ്തകം വായിക്കുന്നു ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ നുണ പറയുമ്പോൾ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയില്ലാതെ അത് മാറ്റി അതിന് വിരുദ്ധമായിട്ട് പറയുക എന്നുള്ളത് ഖുർആനിലെ അള്ളാഹുവിൻ്റെ ഒരു പതിവ് ശീലമാണ്. കാരണം 23 കൊല്ലം കൊണ്ട് നുണക്കഥകൾ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണത്. 10 കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത് എന്ന് നുണ പറയുന്ന ആൾ ഓർത്തോളുന്നില്ല. സത്യമാണ് പറയുന്നതെങ്കിൽ കൃത്യമായിട്ട് ഓർക്കും. പക്ഷേ നുണ പറയുന്നവർ പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ വേറെ നുണകൾ പറയും. അങ്ങനെയാണ് ഈ നുണ പറയുന്നവരെ പിടിക്കുക പോലീസൊക്കെ. ഇവിടെ ഖുർആനിൽ അങ്ങനെ മുഹമ്മദ് നുണ പറഞ്ഞതുകൊണ്ട് പൊളിഞ്ഞു പോയ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. അതിലൊന്നാണ് ഈ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കാഫറുകൾ അല്ലെങ്കിൽ സത്യനിഷേധികൾ ഊമകളും ബധിരരും അന്ധരുമായിരിക്കും എന്ന് പറയുകയും അവരന്ന് മിണ്ടുകയില്ല എന്ന് പറയുകയും ചെയ്ത കാര്യം മറന്നുകൊണ്ട് പലയിടത്തും അവർ മിണ്ടുന്നതായിട്ടും കേൾക്കുന്നതായിട്ടും വർത്തമാനം പറയുന്നതായിട്ടും അവർക്ക് കിട്ടിയ പുസ്തകം വായിക്കുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ട്.